നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തിക, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം ഈ 9 നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് അടുത്ത ഒരു വർഷം സുവർണകാലമാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കണം. കാരണം എന്ത് ചെയ്യണം അക്ഷയ തൃതീയ ദിവസത്തിൽ, എന്ത് വാങ്ങണം, എന്താണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ പറഞ്ഞു തരാം. ആദ്യം തന്നെ എന്താണ് അക്ഷയ തൃതീയ എന്നതൊന്ന് മനസ്സിലാക്കുക. വൈശാഖ മാസത്തിലെ 3-ാം ദിവസം വരുന്ന അക്ഷയ തൃതീയ ഈ ഒരു 2026 എന്ന വർഷം സ്പെഷ്യൽ ആകുന്നത് അക്ഷയ യോഗം കൂടി സംഭവിക്കുന്നത് കൊണ്ടാണ്. ഈ ദിവസം സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥനും ചന്ദ്രനാകട്ടെ ഇടവം രാശിയിൽ ഉച്ചസ്ഥനുമാകുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജഗ്രഹങ്ങളും ഒരുമിച്ച് ഉച്ചത്തിൽ നിൽക്കുന്നതായ അപൂർവ മുഹൂർത്തമാണ് ഈ വർഷം അക്ഷയ തൃതീയയിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അക്ഷയമായി, അതായത് ക്ഷയമില്ലാതെ വർദ്ധിക്കും എന്നതാണ് വിശ്വാസം. അപ്പോൾ ഇതിന്റെ ഫലമായി ഈ 9 നക്ഷത്രക്കാർക്ക് അടുത്ത 2027 അക്ഷയ തൃതീയ വരെ വളരെ സുവർണ കാലം തന്നെയായിരിക്കും. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു ജാക്ക്പോട്ട് സമയമാണ് ഇതെന്ന് പറയാം. അതായത് ജോലി സ്ഥലത്ത് നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അത് മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്കും ശ്രദ്ധയ്ക്കും കാരണമാകുന്നതാണ്. അതുവഴി പ്രമോഷനും ശമ്പള വർധനവ് സാധ്യത വരെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ അക്ഷയ തൃതീയ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകുന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായി നോക്കുമ്പോൾ പഴയ കടം തീർക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ചില നിക്ഷേപങ്ങൾ, കടങ്ങൾ തീരുമ്പോൾ പുതിയതായിട്ടുള്ള ചില നിക്ഷേപങ്ങളൊക്കെ സ്വരുക്കൂട്ടാനുള്ള ഒരു സാധ്യത കൂടുതലായി നിങ്ങൾക്ക് വന്നു ചേരും. അതിനൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഇനി കുടുംബപരമായിട്ട് പങ്കാളിയുടെ പിന്തുണ വർദ്ധിക്കുന്നതാണ്. പക്ഷേ ആരോഗ്യ കാര്യങ്ങളിലാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അമിതമായ ജോലി, അതായത് നമ്മൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതിനേക്കാൾ ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ശരീരത്തിന് കൃത്യമായ ആഹാരങ്ങൾ അല്ലെങ്കിൽ മരുന്നുകളെല്ലാം എടുക്കുന്നുണ്ടെന്ന് കൃത്യമായ ബോധം ഉണ്ടാകുക. അതായത് ഇവിടെ സാമ്പത്തികമായി അല്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അശ്വതി നക്ഷത്രക്കാർ. അതായത് മേടം രാശി ഓവർ വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ചിന്ത കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ജോലിയിലേക്കൊന്നും പോകാതിരിക്കുക, അതൊന്ന് ഒഴിവാക്കുക. ഇനി പരിഹാരം എന്തെന്നാൽ അക്ഷയ തൃതീയ ദിവസം ഏതെങ്കിലും ദാനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും എന്നുമല്ല, പയറ്, നെല്ല് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ്. അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുന്നതിനും നിങ്ങളുടെ മാനസികമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും ദാമ്പത്യപരമായും ഒരു ഐക്യം, ഒരു സന്തോഷമൊക്കെ വരുന്നതിന് ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ദാനം ചെയ്യുന്നത് വഴി ഒരു നേട്ടം ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്നു ചേരുന്നതാണ്. ഇനി രണ്ടാമത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരാണ്. അതായത് തുലാം രാശിയിൽ വരുന്നവര്. തൊഴിലുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ എളുപ്പത്തിലാവുന്നതാണ്. സർക്കാർ കാര്യങ്ങൾ, അതായത് കോടതി കേസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ ഒരു തീരുമാനം വന്നു ചേരും. പിന്നീട് ധനവരവ് ഉണ്ടാകുന്നതാണ്. കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കൽ എന്നിവയിലൊക്കെ ഒരു തീരുമാനം വന്നു ചേരും. വീട്ടിൽ ശുഭകാര്യങ്ങൾ, മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. യാത്രകൾ ചെയ്യുന്നത് വഴി അത് ഗുണമാകും. പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ദാനം ചെയ്യുന്നത് വെള്ള വസ്ത്രം അല്ലെങ്കിൽ പാല്, അരി എന്നിവ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുകയാണ് അക്ഷയ തൃതീയ ദിവസം മുതൽ. കുറഞ്ഞ അധ്വാനമാണെങ്കിൽ പോലും അത് വലിയ ഫലം നിങ്ങളിലേക്ക് എത്തിക്കും. ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയം ഉറപ്പാണ്. വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള യോഗവും തെളിയുന്ന സമയമാണ്.
പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഒരു വർഷക്കാലം ക്ഷയിക്കുകയില്ല. അക്ഷയം, അതായത് ക്ഷയിക്കാത്ത ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. സ്വർണം വാങ്ങാനോ അല്പം ഭൂമി വാങ്ങാനോ ഒക്കെ പറ്റിയതായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും. അനുകൂലമായ സമയം കൂടിയാണ്. ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ കൂടി നിങ്ങൾക്ക് വന്നു ചേരും. അത് മനസ്സിന് വളരെയേറെ സന്തോഷം നൽകും. അപ്പോൾ മഞ്ഞൾ, കടല, പുസ്തകം ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. കൂടാതെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ഈ അക്ഷയ യോഗം പ്രധാനമായും 4 കാര്യങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. അതായത് തൊഴിൽപരമായി നോക്കുമ്പോൾ പുതിയ ജോലി ലഭിക്കാനും ബിസിനസ് തുടങ്ങാനും ഒക്കെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായി നോക്കുമ്പോൾ സ്വർണ്ണാഭരണം, വെള്ളി, ഭൂമി ഇതൊക്കെ വാങ്ങിയാൽ അത് അക്ഷയമായി വീണ്ടും വർദ്ധിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ്. ഇനി വിദ്യാഭ്യാസപരമായി നോക്കുമ്പോഴും പുതിയ കോഴ്സുകളിൽ ചേരാനും പഠനം നിർത്തിയിരുന്ന ആളുകളാണെങ്കിൽ പോലും പഠനം തുടങ്ങാനൊക്കെ അന്നേ ദിവസം മുതൽ നല്ലതാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ മനസ്സിലുള്ളവർ അതൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ അക്ഷയ തൃതീയ ദിനം മുതൽ അതിനൊക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. മുടക്കങ്ങളൊന്നും വരാതെ ആ പഠനം പൂർത്തിയാകാനായി സാധിക്കും. ബന്ധങ്ങൾ ദൃഢമാകുന്നതിനും അതേപോലെ മനസ്സമാധാനം വർദ്ധിക്കുന്നതിനുമൊക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ് അക്ഷയ തൃതീയ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ അക്ഷയ തൃതീയ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗ്യത്തെ കൊണ്ടുവരാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെന്നല്ല എല്ലാവരും ചെയ്യേണ്ടത് കൊണ്ട് എന്നതുകൂടി നമുക്ക് നോക്കുമ്പോൾ, രാവിലെ കുളിച്ചു വന്നതിന് ശേഷം വിഷ്ണു ലക്ഷ്മി, അതായത് പതി സമേതനായിട്ടുള്ള അല്ലെ പത്നി സമേതനായിട്ടുള്ള വിഷ്ണു ലക്ഷ്മി ആ ഒരു ചൈതന്യത്തെ പ്രാർത്ഥിക്കുക. ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. അതേപോലെ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ പാർവതി ദേവി ഇങ്ങനെ ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇരട്ടി ഫലമായി വന്നു ചേരുന്നത്. അങ്ങനെ രാവിലെ കുളിച്ചു വന്ന് ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൽ ഒരു പങ്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ദാനം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് അരിയാകാം, പയറാകാം, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യാം, കുട ദാനം ചെയ്യാം എന്നതൊക്കെയാണ് അക്ഷയ തൃതീയയിൽ നമുക്ക് ദാനമായി കൊടുക്കാൻ കഴിയുന്നത്. അത് ദാനം കൊടുക്കുമ്പോൾ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. ഭഗവാൻ ഇരട്ടി ഭാഗ്യവും നേട്ടവും ഐശ്വര്യമായി നിങ്ങളിലേക്ക് തരും എന്നതാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായ ആ ഒരു വിശ്വാസം, ഒരു സങ്കല്പം. അതേപോലെ സ്വർണം വാങ്ങാൻ പറ്റുന്നില്ല അന്നേ ദിവസം എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പകരം അന്നേ ദിവസം നമുക്ക് ഗൃഹത്തിലേക്ക് മഞ്ഞൾ വാങ്ങിച്ചു കൊണ്ടുവരാം. മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മണ്ണടി പൊന്നമ്മയാണ്. അപ്പോൾ മഞ്ഞൾ കൊണ്ടുവരാം. കല്ലുപ്പ്, അതായത് കടലിൽ നിന്ന് കിട്ടുന്നതായ വസ്തുക്കളിലൊക്കെ ലക്ഷ്മി സാന്നിധ്യമുണ്ട്. അപ്പോൾ കല്ലുപ്പ് കൊണ്ടുവരാം. പുതിയ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ്. അതേപോലെ മണ്ണ് കൊണ്ടുള്ള വസ്തുക്കൾ, മൺകുടങ്ങൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങൾ ഇതൊക്കെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഒരു മൺകുടം, ഒരു കുടുക്ക കൊണ്ടുവന്ന് അതിൽ അന്നേ ദിവസം മുതൽ ഓരോ നാണയങ്ങളിട്ട് ഒരു സേവിങ്സ് തുടങ്ങുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് മൂടി പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അന്നേ ദിവസം എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അന്നേ ദിവസം അനുകൂലമാണ്. മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അനുകൂലം എന്ന് പറയുന്നത്. അന്നേ ദിവസം വളരെയേറെ ശുഭകരമായ ദിനമാണ്. അപ്പോൾ ഈ 3 രാശിക്കാർക്ക് ഭാഗ്യം കൂടുതലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാനോ ഭാഗ്യമുള്ളവർ അഹങ്കാരം കാണിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ദാനധർമ്മങ്ങൾ മുടക്കാതെ മുന്നോട്ട് പോവുക. അക്ഷയ തൃതീയ ദിവസം പ്രത്യേകം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആരോടും വഴക്കിടാൻ പോകാതിരിക്കുക. നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കുക. ഈ ഒരു ദിവസത്തിന്റെ എനർജി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ തീർച്ചയായും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, ഈ ഒരു വർഷക്കാലം മുഴുവൻ, അതായത് അക്ഷയ തൃതീയ മുതൽ അടുത്ത അക്ഷയ തൃതീയ വരെ എന്നാണ് ഏതിന് പ്രധാന കണക്ക്. അതായത് ഓണമാണെങ്കിൽ പോലും അടുത്ത ഒരു ഓണക്കാലം വരെ എന്ന കണക്കാണ്. ഈ വിഷു കഴിഞ്ഞല്ലോ, ഈ വിഷു മുതൽ അടുത്ത വിഷുവിനുള്ള ആ ഒരു വർഷക്കാലം, അങ്ങനെയാണ് ആ ഗുണാനുഭവങ്ങളുടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അക്ഷയ തൃതീയയുടെ കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് പിന്നീട് അടുത്തുള്ള വീഡിയോകളിൽ പറഞ്ഞു തരാം. അപ്പോൾ ഏവർക്കും നല്ലൊരു അക്ഷയ തൃതീയ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.